ആരിഫ് ഹുസൈൻ വലിയ കാര്യത്തിൽ ഫ്ലൈറ്റും വിളിച്ച് ഇസ്രായേലിലേക്ക് പോയി. ആരിഫ് ഹുസൈൻ കരുതിയിരുന്നത് ഇവിടെയുള്ള കുറച്ചു വിദേശികൾ, കുറച്ചു മനുഷ്യർ ആരിഫ് ഹുസൈൻ്റെ വീഡിയോ കണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് ആരിഫ് ഹുസൈനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് കമൻറ്റുകൾ ചെയ്യുന്നത് പോലെ ഇസ്രായേലിലുള്ള ജനങ്ങൾ ആരിഫ് ഹുസൈൻ്റെ വീഡിയോ കണ്ട് ആരിഫ് ഹുസൈൻ്റെ കട്ട ഫാനായിരിക്കുമെന്നായിരുന്നു. എന്നാൽ അവിടെ എത്തിയെന്നുള്ള ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റിനു താഴെ ഇസ്രായേലികൾ വന്ന് കമൻറ്റ് ചെയ്തത് തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും എടുത്തോണ്ട് പോടാ കള്ള ജിഹാദി എന്നൊക്കെ ആയിരുന്നു. ആരിഫ് ഹുസൈൻ കരുതിയിരുന്നത് മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് കൊണ്ട് ജൂതന്മാരും തൻ്റെ ഫാനായിരിക്കുമെന്നായിരുന്നു. എന്നാൽ മിനിമം ആരിഫ് ഹുസൈനെന്ന് ചിന്തിക്കാമായിരുന്നു തൻ്റെ പേരും ഒരു മുസ്ലിം പേരാണ് എന്നുള്ളത്. അതെങ്കിലും ചിന്തിക്കാതെ ആ പേര് മാറ്റാതെയായിരുന്നു. ആ പേര് മാറ്റിയിട്ടെങ്കിലും ആരിഫ് ഹുസൈൻ ഇസ്രായേലിലേക്ക് പോയിരുന്നെങ്കിൽ അവർ പൂമാലയിട്ട് സ്വീകരിച്ചേക്കാം. പക്ഷേ ഒരു മുസ്ലിം പേര് വെച്ച് കൊണ്ടായിരുന്നു ആരിഫ് ഹുസൈൻ ഇസ്രായേലിലേക്ക് പോയത്. ഇതിനെക്കുറിച്ചുള്ള ഒരു രസകരമായ വീഡിയോ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ? നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? സത്യം ചിരി നിർത്താൻ വയ്യ. രാവിലെ തുടങ്ങി ചിരിയാ. ഇങ്ങനെ ചിരിക്കാതിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റും പിടിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് തണ്ടക്കും തള്ളക്കും വിളിയേക്കുന്നത്? നിങ്ങൾക്ക് പരിചയമില്ലല്ലോ. പരിചയമില്ലെങ്കിൽ പോസ്റ്റ് വായിച്ചു. നമ്മുടെ ആർപി ഹുസൈനെ വലിയ കാര്യത്തെ എന്തോ വലിയ തേങ്ങാപ്പറയാന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് ചെന്നു. ഇവൻ വിചാരിച്ച് ഇവിടെയുള്ള 4-3-7 വിദ്വേഷികൾ, മാനവരാശിക്ക് ഗുണമില്ലാത്ത കുറച്ച് മനുഷ്യർ ഇവന്റെ വീഡിയോ കണ്ടിട്ട് താഴെ പോയിട്ട് ഇവനെ ഒന്ന് പുളകിതമാക്കാൻ വേണ്ടി ചില കമന്റ് ചെയ്യുന്നത് പോലെ ഇസ്രായേലിയർ ഇവന്റെ വീഡിയോ കണ്ട് ഇവന്റെ കട്ട ഫാനാന്ന് പറഞ്ഞിരിക്കുക. മുസ്ലിം വിദ്വേഷം പറയുന്നുണ്ട്, അവരെല്ലാം കട്ട ഫാനാണ്. എടാ എങ്ങനെയാ എന്ത് വിളിക്കും എന്ന് ആലോചിക്കേ. എന്റെ പൊന്നെ ആർപി ഹുസൈനെ 1000 ജൂതരല്ലാത്തവരെക്കാൾ ജൂതനിഷ്ടം ഒരു ജൂതനെ. നീ അത് മനസ്സിലാക്കിക്കോ. എത്ര കാലമായിട്ട് ക്രൈസ്തവ സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ട്. എത്ര വീഡിയോ സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് അറിയാവോ? അവരുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ, അവരെ ചർച്ചിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ കാക്ക ചുറ്റും അത്രയും വെറുപ്പാണ് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ജൂതന്മാർക്ക്. അതറിയാവോ? അവരോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് കുറച്ചൊക്കെ താതാമ്യമുള്ള ക്രൈസ്തവരോട് പോലും അവരുടെ വെറുപ്പ് ഇത്രയാണെങ്കിൽ എടാ ഈ മുസ്ലിം പേര് വെച്ചുകൊണ്ട് ചെല്ലുന്ന നിന്നെ അവർ ചുരുട്ടിക്കൂട്ടി എറിയത്തില്ല മന്ദബുദ്ധി. അത് മനസ്സിലാക്കണ്ടേ? ഇവരിങ്ങനെ ഈ നാട്ടിലെ കുറച്ച് സംഘികൾ ഇവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോയത് കണ്ടപ്പോൾ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ജൂതന്മാർ വന്നിട്ട് മാരയിട്ടിട്ട് സ്വീകരിക്കുന്നു വിചാരിച്ചിരുന്നയാ. പോടാ ജിഹാദി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിച്ചു. തന്തക്കും തള്ളൊക്കെ വിളിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ രസമാണ് ഈ നിർഗുണം വിചാരിച്ചതേ. ഇവൻ എന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ, എന്റെ പ്രിയപ്പെട്ട ജൂതൻ, മുത്താണ്, തങ്കമാണ്, തങ്കമണിയാണ്, കരണിന്റെ കാതലാണെന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങോട്ട് ചെന്ന ഉടനെ അവര് കൈവെള്ളയെ വെച്ച് പാലും തേനും ഒക്കെ കൊടുക്കുന്ന വിചാരിച്ച ഇവന്റെ പേര് ആരിഫ് ഹുസൈൻ എന്നുള്ള കാര്യം മിനിമം അതെങ്കിലും ഈ മന്ദബുദ്ധി മനസ്സിലാക്കണ്ടേ? അവര് പറഞ്ഞ പോടാ കള്ള ജിഹാദി എന്ന് പറഞ്ഞു, പോടാ കണ്ടമയെന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടാ? ഇങ്ങനെ നാണം കിട്ടും നീ ജീവിക്കില്ല. തമാശ പറഞ്ഞില്ല. ഇതിനേക്കാൾ വലിയ നാണക്കേടെന്ത്? കണ്ട ഇസ്രായേലിൽ ഓറോ തണ്ടക്കും തള്ള കബറി കിടക്കുന്ന തള്ളക്ക് വരെ വിളിച്ചു അവർക്ക് ഓർത്തു കൊടുക്കട്ടെ. വല്ല കാര്യമുണ്ടാ? നീ എന്താ വിചാരിച്ചത്? ഈ നാട്ടിൽ കിടന്ന് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുമ്പോ നിന്നെ ആരെങ്കിലും ഒക്കെ സ്റ്റേജിൽ കയറ്റി നിന്നെ ഇങ്ങനെ ഉൾപ്പുളകം കൊള്ളിക്കുന്നത് പോലെ ജൂതന്മാര് ചെയ്യുന്ന നീ ആദ്യം ആ രോമസിംഹനൊക്കെ ചെയ്തതുപോലെ അലി അക്ബർ എന്നുള്ള പേരൊക്കെ മാറ്റി രോമസിംഹൻ അതുപോലെ പേര് ഇട്. എടാ ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേരും വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഞാൻ പറഞ്ഞില്ല 1000 ജൂതരല്ലാത്തവരേക്കാൾ അവർക്ക് ഇഷ്ടം ഒരു ജൂതനെയാ. ഈ പേര് മാറ്റാൻ നീ അവിടെ ചെന്നിട്ട് എന്ത് കാര്യം? നീ ഒരു ജൂതന്റെ പേരിട്. അപ്പൊ നിന്നെ അവർ പൊക്കിക്കൊണ്ട് നടക്കും. വല്ല കാര്യമുണ്ടാ? ഫ്ലൈറ്റും പിടിച്ച് ഇസ്രായേലിൽ ചെന്നിട്ട് തന്തക്ക് വിളി, തന്തക്കും തള്ളക്കും ഒക്കെ വിളി, എടുത്തോണ്ട് പോണ ജിഹാദി എന്നൊക്കെ വിളിച്ചത്. മോനെ നീ വന്നിട്ടെ ആ AC ഇട്ട മുറിയിരുന്ന് യൂട്യൂബില കോയാക്കോൾ അതുപോലത്തെ പരിപാടി നടത്തും. നിനക്ക് അതാ പറ്റിയ പണി. നീ അവിടെ ചെല്ലല്ലേ, നിന്റെ കൂടെ വേറത്തെ മാത്രം എന്താ ഫസല് പോരോട്ട് അവൻ ആ കണ്ണൊക്കെ ഉന്തളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കാല് വാരി നിരത്തടിയും. നിനക്ക് ജൂതന്മാരെ അറിയാൻ പറ്റത്തുണ്ട്. അത് ഇഞ്ഞു വാ, എന്റെ മക്കളെ ഇഞ്ഞു വാ, വാ 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 വേം വാ വേം വാ വാ തന്തക്കുളി കേട്ട് കഴിഞ്ഞു വാ. സുമേഷ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിൽ പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കണ